രസകരം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഒരാളുടെ ദുഃഖത്തിൽ നമ്മളിങ്ങനെ സന്തോഷിക്കാൻ പാടില്ല. കൗതുകകരമാണ്. ഞാൻ വേറൊരു വാക്ക് കിട്ടാത്തതുകൊണ്ടുണ്ടോ കൗതുകകരം എന്ന് പറയാം. ഈ BJP-യിൽ നിന്ന് കോൺഗ്രസിൽ ചേക്കേറിയ പ്രിയപ്പെട്ട സന്ദീപ് വാര്യരുടെ അവസ്ഥ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. പാമ്പ് കടിച്ച് എന്നെ ഇടിവെട്ടി. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അതെ, ഇന്നലെ വരെ BJP-കാരനായിട്ട് കാവി കൊണ്ടു നടന്ന, കയ്യിൽ ചരട് കെട്ടി നടന്ന സന്ദീപ് വാര്യർ പെട്ടെന്ന് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. പിന്നെ നമുക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ. ഇവരൊക്കെ വിളിച്ചുകൂടി നേരെ ഇങ്ങോട്ട് പോകുന്നു. എന്നാലും ഈ മാനസാന്തരം മഹാ അത്ഭുതം തന്നെ. അദ്ദേഹം BJP-യുടെ കുങ്കുമ ഹരിത പതാക ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പിടിക്കും. എന്താ ദിടീരങ്ങനെ തോന്നാൻ കാരണം? ഈ വാര്യര് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്റ്റേജിൽ സീറ്റ് കിട്ടിയില്ല, എന്നാൽ വേദിയിലെ സീറ്റ് കിട്ടിയുള്ളൂ എന്ന കാരണത്താൽ BJP-യിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ആളാണ്. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. എനിക്ക് മനസ്സില്ല. ഇനി ഒരു സെക്കൻഡ് ഞാൻ എടുക്കൂല. തിരിച്ചു വിളിക്കാൻ ഇപ്പൊ വിളിക്കണം. ഈ പടി കടന്നാ പിന്നെ എന്നെ കിട്ടൂല. പടി വേഗം കടക്കടാ. അതായത് നമ്മള് വിനോദയാത്രയ്ക്ക് പോകാനായിട്ട് കാശ് വെച്ചിട്ട് അച്ഛൻ തന്നില്ല, അതുകൊണ്ട് ഞാൻ എക്സലൈറ്റ് ആയി എന്ന് പറഞ്ഞു കിടന്നു. അതുപോലെ എക്സ്കർഷന് പോകാൻ കാശ് വെച്ചിട്ട് അമ്മാവൻ തന്നില്ല, നേരെ പോയി നെക്സലൈറ്റ് ആയി. നീ എന്നെ കളിയാക്കുക? അല്ല, കാര്യമായിട്ടാക്കിയതാ. പുള്ളിക്ക് സ്റ്റേജിലേക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് BJP-യിൽ നിന്ന് രാജിവെച്ചു. സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഇവന്റെ ഈഗോ വർക്കൗട്ട് ചെയ്ത് വലിയ BJP വിരുദ്ധനായി മാറി, ഹിന്ദുത്വ വിരുദ്ധനായിട്ട് മാറി. പാണക്കാട്ട് തങ്ങളെ പോയി കണ്ട് കൈമുട്ടി. എന്റെ ഈ തല തന്നെ കേശവൻ ചേട്ടന്റെ തൃപ്പാദത്തിനിടെ തിരികെ വെച്ചിരിക്കുകയല്ലേ. ഇന്ന് മുതൽക്ക് ഞാൻ സ്നേഹത്തിന്റെ കടയിൽ പുതിയ അക്കൗണ്ട് തുറന്ന് എനിക്ക് പറ്റുപടി ഇവിടെയാണ്. ഇനി മേലിൽ ബോണ്ട, പരിപ്പുവട, ചായ, ഉണ്ടംപൂരിയൊക്കെ ഞാൻ ഇവിടുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ ഇതെന്തോ ഉന്നം വെച്ചിട്ടുള്ള നീക്കമാകാനാണ് സാധ്യത. അത് അത്ര പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അദ്ദേഹത്തിന്റെ മാറ്റം ആശയപരമായിട്ടുള്ളൊരു മാറ്റമല്ല, ആമാശയപരമായിട്ടുള്ള മാറ്റം. ഞാനും നിങ്ങളും ഒരു ചാൻ വയറിന് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത്. തട്ടിക്കളയരുതേ. എല്ലാവർക്കും അറിയാം, അദ്ദേഹം തന്നെ അതിൽ കൂടുതലൊന്നും അവകാശപ്പെടുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. പുള്ളി ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നൊരു ഇംപ്രഷൻ എല്ലായിടത്തും ഉണ്ട്. അത് സണ്ണി കവിക്കാടിന്റെ ഇംപ്രഷൻ പോലെയല്ല, ശരിക്കും ഇംപ്രഷൻ ഉണ്ട്. ഞാനും വിചാരിച്ചു പുള്ളിക്ക് ഏതെങ്കിലും നല്ല സീറ്റ് കിട്ടും. എന്തെന്തു മോഹങ്ങളായിരുന്നു, എത്ര കിനാക്കളായിരുന്നു. ശവത്തെ കുത്തരുത്. പാലക്കാട് ജില്ലയിൽ തന്നെ കിട്ടും, ഒറ്റപ്പാലത്തോ പട്ടാമ്പിയിലോ. അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കോൺഗ്രസ്സുകാർ പുള്ളിക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കും. പിന്നെ പുള്ളി പ്രസിദ്ധനായതുകൊണ്ടും മുസ്ലിം ലീഗുകാരനാകൈതവുമായ പിന്തുണയുള്ളതുകൊണ്ട് പുള്ളി ജയിക്കുമായിരിക്കും. എവിടെ ജയിക്കാൻ? പക്ഷെ എന്ത് ചെയ്യാം, സംഭവിച്ചാൽ അതൊന്നുമല്ല. അദ്ദേഹത്തിന് പാലക്കാട് സീറ്റ് വഴി കൊടുക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടൻ ചീത്തപ്പേരായിട്ട് അദ്ദേഹത്തിന് സീറ്റില്ല. ഇനി ഞാൻ ഇവിടെ നിൽക്കണേ അത്ര പന്തിയല്ല. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഷാഫി പറമ്പിലാണ് ആ സീറ്റ് തീരുമാനിക്കുന്നത്. ഷാഫി ഒരു സിനിമാ താരം, ബിഗ് ബോസ് താരം, ഏതൊരു പിഷാരടിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. ജോത്സ്യം വലിയ പേര് കേട്ട ആളാ. ഇതോടെ അയാൾ പേര് കെട്ടാളാവും. പിഷാരടി രാഷ്ട്രീയക്കാരനല്ല, കോൺഗ്രസ്സുകാരുടെ വാലായിട്ട് നടക്കുന്ന ഒരു സെലിബ്രിറ്റി. അത്ര താൻ എന്തായി പിഷാരടിയെ കുറിച്ച് മനസ്സിലാക്കിയത്? ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അങ്ങനെ സെലിബ്രിറ്റിക്ക് സീറ്റ് കൊടുത്തു. എന്നാൽ പട്ടാമ്പിയിലോ ഒറ്റപ്പാലത്തോ അതിനപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു സീറ്റിലോ അദ്ദേഹത്തെ മത്സരിപ്പിക്കാം, മലമ്പുഴയിലെങ്കിലും നിർത്താൻ. അതും ചെയ്തില്ല. അല്ല, അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. മലമ്പുഴ സീറ്റ് VS-ന്റെ പഴയ PS ആയിരുന്ന ആ സുരേഷിന് കൊടുത്തു. ഒറ്റപ്പാലം പീഡന പ്രവീണനായ ശശിക്ക് കൊടുത്തു. നിനക്കെന്താ പുഞ്ചിരി? അയാൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോ കണ്ണി കൂടെ വെള്ളം വരും. ഇങ്ങനെ എല്ലാ സീറ്റും കൊടുത്തു. കൊരങ്ങൻ അപ്പം പങ്കുവെച്ച അവസ്ഥയിലായി. അപ്പോൾ തവന്നൂർ സീറ്റ് കിട്ടുന്നതായിരിക്കും. അത് VS ജോയിക്ക് കൊടുത്തു. പൊന്നാനി സീറ്റ് നൗഷാദ് അലിക്ക് കൊടുത്തു. ചുരുക്കം പറഞ്ഞ സോമനൂളയായി. ഈ സന്ദീപ് വാര്യർക്ക് മത്സരിക്കാൻ ഒരു സീറ്റേ ഇല്ല. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. എന്നാ സീറ്റില്ല വാര്യര്, അടുത്ത തവണ തരാം. എംബറാന്റെ വിളക്കത്ത് വാര്യര് അത്താഴം വേണ്ട എന്ന് പറയാറ്. അതും ചെയ്തില്ല. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില? സംശയമില്ല. അതിലും വലിയ അതിക്രമം കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞൊരു മണ്ഡലം. ആ മണ്ഡലം ഉണ്ടായ കാലം തൊട്ട് CPM-കാർ മാത്രം അവിടെ ജയിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് സന്ദീപ് വാര്യരെ പറഞ്ഞു. ഞാൻ എന്താ ഏഴാം കൂലി? നിന്റെ കാര്യം പോക്ക എന്റെ ശിവൻകുട്ടിയെ. ഇവിടെ നിന്ന് നാണം കെടാതെ വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇത്തരത്തിൽ ഒരു പ്രശ്നവും തൃക്കരിപ്പൂരിലില്ല. ബഹുമാനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ UDF-ന്റെ ഒരു പൊതു സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അദ്ദേഹം അത് തൃക്കരിപ്പൂരിൽ നിന്ന് കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനും വലിയ സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. 100% വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. നടന്നു തന്നെ. കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച്
കഴിഞ്ഞ കോൺഗ്രസ് അല്ല, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് നമ്മുടെ എറണാകുളത്തെ ഏറ്റവും മഹാനായ കളക്ടർ എന്ന് പറയുന്ന MP ജോസഫ്. ഈ ജോസഫ് സാറിനെ അവിടെ കൊണ്ടുപോയി മത്സരിക്കും. അദ്ദേഹം KM മാണിയുടെ മകളെ കെട്ടിയ ആൾ എന്ന ഒറ്റ പരിഗണന കൊണ്ടാണ്. അല്ലെങ്കിൽ മാർസിശ്ശേരി പുള്ളിയെ കൈവച്ചത്. ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ അവര് ഇടിക്കൊരു മയം ഉണ്ടാവില്ല. പുള്ളി അവിടെ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം സന്ദീപ് വാര്യർ വായിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ 2 കോപ്പിയുണ്ട്. ഒരേ മണി അയച്ച വായിക്കേണ്ട പുസ്തകമാണ്. ഉഗ്രം കഥയാടോ. എന്റെ അമ്മ വായിച്ചു, കരച്ചിലായിരുന്നു. ഒടുവിൽ ഞാനും കരഞ്ഞുപോയി. അവിടെ ഒരു സ്ഥാനാർത്ഥി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രയാണ് എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് സന്ദീപ് വാര്യരെ പറഞ്ഞു വിട്ടത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ചുരുക്കി പറഞ്ഞ തടിയും കേടായി ഭാവിയും വടിയായി. വാര്യർ ഏത് രൂപത്തിലേക്ക് തിരിച്ചു വരുന്നതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. തിരിച്ചു വന്നെന്ന് പറയാം കേട്ടോ. കാരണം ഇതുപോലൊരു ദുഷ്ടത ഈ മീനവാസിൽ പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് മാത്രം. ഏതായാലും ഈ കോൺഗ്രസ്സുകാരെ പോലെ ദുഷ്ടന്മാരായ ക്രൂരന്മാരായ മനസാക്ഷിയില്ലാത്തവർ ഒരു പാർട്ടിയിലും ഉണ്ടാവില്ല. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഏതായാലും തൃക്കരിപ്പൂര് മത്സരിച്ച് വീരമൃത്യു വരിക്കാൻ പോകുന്ന സന്ദീപ് വാര്യർക്ക് എന്റെ പൊന്നു ജോൺ സാറേ, ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളൂ അല്ലേ മക്കളെ? നേമത്ത് അതിനേക്കാൾ ദയനീയമായ ദുർവിധി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ശബരിനാഥൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിജയിച്ച് വരട്ടെ എന്ന് ആശംസിക്കാനുള്ള ചങ്കൂറ്റം എനിക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. വിവരവും വിദ്യാഭ്യാസം ഉള്ളവനാ വക്കീല്. അയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കുരുക്ക് കാണാതിരിക്കില്ല.